വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന എടക്കര സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടം ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ സാമ്പത്തിക നടത്തിപ്പ് സംവിധാനം വളരെ ഫലപ്രദമാണ്. ഇന്ത്യയിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ട്രഷറി സംവിധാനമാണ് കേരളത്തിന്റേത്. കേരളത്തിന്റെ ട്രഷറി സംവിധാനം ഡിജിറ്റലായി കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. ട്രഷറിയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നട്ടൽ. ഈ ട്രഷറി അടച്ചുപൂട്ടും, ട്രഷറിയിൽ പൂച്ചവെറ്റ് കിടക്കുന്നു തുടങ്ങിയ പല പ്രയോഗങ്ങളും അടുത്ത കാലത്ത് ഉയർന്നുകൊണ്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ട്രഷറി ഇന്ത്യയിൽ ഏറ്റവും മെച്ചപ്പെട്ട തരത്തിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക സംവിധാനം ഉള്ളതാണ്. ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ എല്ലാ മേഖലയിലും ജനങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കുവാൻ, പണം എത്തിക്കുവാൻ, അവർക്ക് അർഹമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ട്രഷറി നിരന്തരം ജാഗ്രത ഉദ്യോഗസ്ഥന്മാര് അത്തരത്തിലുള്ള പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആത്മാർത്ഥതയോടുകൂടി പറയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ വലിയ തോതിലുള്ള സാമ്പത്തിക വെട്ടിക്കുറവ് വരുന്ന ഒരു ഘട്ടത്തിൽ സംസ്ഥാനം അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതിൽ ട്രഷറി പ്രവർത്തനം വളരെ കൃത്യമായി മാനേജ് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. 2014 മുതലാണ് എടക്കര മേനോൻകുട്ടി ബൈപ്പാസ് റോഡിലെ വാടക കെട്ടിടത്തിൽ എടക്കര സബ് ട്രഷറി പ്രവർത്തനം ആരംഭിച്ചത്. എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ, മൂത്തേടം, പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളും അതിനു കീഴിൽ വരുന്ന സ്ഥാപനങ്ങളുമാണ് ഈ ട്രഷറിയുടെ കീഴിൽ പ്രവർത്തിക്കുന്നത്. ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.5 കോടി രൂപ ചിലവഴിച്ചാണ് 2500 സ്ക്വയർ ഫീറ്റിൽ എടക്കര സബ് ട്രഷറി നിർമ്മാണം പൂർത്തീകരിച്ചത്. എടക്കര ഇന്ദിരാഗാന്ധി ബസ് ടെർമിനലിൽ നടന്ന പരിപാടിയിൽ ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. മധ്യമേഖല ഡെപ്യൂട്ടി ഡയറക്ടർ PR സിന്ധു, വിവിധ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബോബി സി മാബ്ര, ദീപ ഹരിദാസ്, എബെ ജോസ്, TK ഹഫ്സത്ത്, റംലത്ത് നെയ്തക്കോടൻ, എടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ റസാഖ് എരഞ്ഞിക്കൽ, മെമ്പർമാരായ P ജോസ്മി തോമസ്, KC ഷാഹുൽ ഹമീദ്, PK അബ്ദുൾ ഷമീർ, OT ജെയിംസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കെട്ടിടത്തിന് സ്ഥലം സൗജന്യമായി നൽകിയ AG സജീബോനെ ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. SS Gold, Pure Gold. SS Group, Nilambur.